Hello, welcome back to my channel. ഇന്ന് ഞാൻ വീണ്ടും പുതിയ രണ്ട് സാരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രണ്ട് സാരീസും എനിക്കൊരു കസ്റ്റമർ അയച്ചു തന്നിട്ട് അവർ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾ അതിൽ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ള പോലെ ചെക്കോട്ട മെറ്റീരിയൽ തന്നെയാണ്. ഞാൻ തന്നെ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാതെ നമുക്ക് കസ്റ്റമർ അയച്ചു തന്ന മെറ്റീരിയൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മളൊരു വൈറ്റ് സാരി, ഒരു ഓഫ് വൈറ്റ് സാരി അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീസൺ ഒക്കെ വരുമ്പോഴത്തേനും വൈറ്റ് സാരീസിന്റെയും ഓഫ് വൈറ്റ് സാരീസിന്റെയും ഒക്കെ ഏറ്റവും നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയമാണ്. എസ്പെഷ്യലി അതിനകത്തൊരു റെഡ് കളറോ അല്ലെങ്കിൽ പിങ്ക് ആ ഒരു ഷെയ്ഡ്സിലുള്ള വർക്കൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഡിമാൻഡിങ് ആയിട്ടും നല്ല ട്രെൻഡിങ് ആയിട്ടും ഒക്കെ ഉള്ളൊരു സമയമായിരിക്കും ക്രിസ്മസ് സീസൺ ഈ വൈറ്റ് സാരീസിന്റെ. അപ്പം അതുപോലെ ക്രിസ്മസ് സമയത്ത് കൊടുക്കാൻ വേണ്ടിയൊക്കെ ആയിട്ടുള്ള പോലെ നമ്മൾ കാണിക്കുന്ന രണ്ട് സാരീസ് ആണ്. അപ്പൊ ഈ സാരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഞാൻ ഈ ഒരു വീഡിയോ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫസ്റ്റ് കാണിക്കുന്ന സാരി ഇത് വൈറ്റ് കളറിലെ ചെക്കോട്ട സാരിയാണ്. ഈ സാരിയിൽ നമ്മൾ ഒരു 7 ഫ്ലവേഴ്സ് വരുന്ന ഒരു ബഞ്ചാണ് ഈ ഒരു സാരിയുടെ മുന്താണി പോർഷൻ ആയിട്ട് മുന്താണി പോർഷനിൽ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളൊരു പിങ്കിന്റെ ഡബിൾ കളർ ത്രെഡ് യൂസ് ചെയ്താണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്ലവേഴ്സിന് ഹൈലൈറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ നടുക്കൊരു യെല്ലോ കളർ ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ലീവ്സ് ആണെങ്കിൽ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും നമ്മളൊരു ഗ്രീനിന്റെ ഡബിൾ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ മുന്താണി കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് വേണമെന്ന് പറഞ്ഞു അത് പ്രകാരം നമ്മൾ ചെയ്തൊരു സാരി. ഇത് ഓൾറെഡി ഈ ഒരു ഡിസൈൻ ഞാനൊരു ഓർഗൻഡി സാരിയിൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ചെയ്തപ്പോൾ നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലൊക്കെ ഫുൾ ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്ത. പക്ഷേ ഈ സാരിക്ക് ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഇതിന്റെ ഫുൾ ഡിസൈൻ ഇല്ല, ഒരു 4 ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ 2 ബഞ്ചസ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ 2 ബഞ്ചസ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അവർക്ക് അത്രയും ആ ഒരു വലുപ്പത്തിലുള്ള ഡിസൈൻ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം സെയിം ഡിസൈനിൽ തന്നെ നമ്മൾ ആ ഒരു മറ്റേ മുന്താണി പോർഷൻ ഇതിന്റെ മുകളിലോട്ട് കുറച്ച് പോർഷൻ കൂടെ ഉണ്ടായിരുന്നു. അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ചെറിയ 2 ഡിസൈൻ ആയിട്ടാണ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ഈ സെയിം ഡിസൈനാണ് നമ്മൾ റൈറ്റ് ലെഗ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ ഇതുപോലെ തന്നെ 4 ഡിസൈനുള്ള ഒരു ഫ്ലവർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലും 4 ഫ്ലവർ തന്നെയുള്ള ഒരു ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ സെയിം നമ്മൾ ആ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്ന സെയിം ആ ഒരു ചെറിയ ഫ്ലവർ ഡിസൈൻ അത് വെർട്ടിക്കൽ ആയിട്ട് നിൽക്കുന്നത് പോലെ നമ്മൾ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. ചെസ്റ്റ് പോർഷനിൽ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈനാണ് നമ്മൾ ഈ ഒരു റൈറ്റ് ലെഗ് പോർഷനിലും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ സാരിയിൽ ടോട്ടൽ ഇതുപോലത്തെ 3 ചെറിയ ഡിസൈൻസും മുന്താണി പോർഷനിൽ ഒരു വലിയ ഡിസൈൻസും ഉള്ള പോലെ 4 ഡിസൈൻസ് ഈ ഒരു സാരിയിലുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ചർച്ചിലൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി ഇത്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് കളറിലെ ചെക്കോട്ട സാരിയാണ്. ഇതിനകത്ത് നമ്മൾ 2 കളർ യൂസ് ചെയ്ത് ഫ്ലവേഴ്സാണ് ചെയ്തിരിക്കുന്നത്. പിങ്ക് കളറും മെറൂൺ കളറും കൂടെ ഉള്ളൊരു കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു ബഞ്ചിൽ തന്നെ ഈ 2 കളർ ഫ്ലവേഴ്സ് വരുന്ന പോലത്തെ ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്ത് തന്നെയുള്ളൊരു സിമ്പിൾ ആയിട്ടൊരു ഫ്ലവർ ആണ്. അതിൻ്റെ ഒരു ചെറിയ ബഞ്ച് പോലെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ സിമ്പിൾ ആയിട്ട് കുറച്ച് ലീഫും കുറച്ചൊരു സ്റ്റെംസ് ചോദിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കളർ കോമ്പിനേഷൻ അതായത് 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് ഒരു ഡിഫറൻസ് കൊടുത്തിരിക്കുന്നത് ഉള്ളൂ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ഇതുപോലത്തെ 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. സെയിം ഇതുപോലത്തെ തന്നെ ഇതേ കളർ കോമ്പിനേഷനിൽ ഇതേ സൈസിൽ വരുന്ന പോലെ തന്നെ 2 ഡിസൈൻസ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഈ സെയിം ഡിസൈൻ തന്നെ വെർട്ടിക്കൽ ആയിട്ട് സെയിം ഫ്ലവേഴ്സ് ഒക്കെ തന്നെ നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഈ സാരിയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ 4 ബഞ്ചസ് ആണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. ഇതും വളരെ സിമ്പിൾ ആയിട്ട് പള്ളിയിലൊക്കെ കൊടുക്കുന്ന പോലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്.
അപ്പൊ ഇന്ന് ഈ കാണിച്ചിരിക്കുന്ന 2 സാരീസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുപോലത്തെ സാരീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലെ സാരീസ് ഒക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഒത്തിരി ഓർഡേഴ്സ് ഒക്കെ വരാറുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ക്രിസ്മസ് സീസൺ ഒക്കെ ആയതുകൊണ്ട് ക്യാരൽ സർവീസിനൊക്കെ വേണ്ടിയിട്ട് ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ 50 സാരീസ് ഒക്കെ ഒരുമിച്ച് ഓർഡർ വന്നാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കമ്മിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കായി വർക്ക് ചെയ്യുന്നത്. പക്ഷെ മാക്സിമം ഒരു 4-5 സാരീസ് വരെയൊക്കെയുള്ള ഓർഡേഴ്സ് നമ്മൾ കമ്മിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഓർഡേഴ്സ് ഒക്കെ എടുക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ സാരീസ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഏത് ഡിസൈൻസാണ് വേണ്ടത്, ഏത് കളർ കോമ്പിനേഷനാണ് വേണ്ടത്, ഏത് മെറ്റീരിയലാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ നമ്മളതനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതുപോലത്തെ സാരീസും വർക്ക്സും എംബ്രോയിഡറി ഡിസൈൻസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ കൂടുതലായിട്ടുള്ള ഇതുപോലത്തെ വർക്ക്സും ട്യൂട്ടോറിയൽ വീഡിയോസും ഒക്കെ കാണാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.